അപ്പോൾ നമ്മൾ സ്റ്റേജാണ് ഇപ്പോൾ കണ്ടത്, കണ്ടില്ലേ? വല്ലാത്തൊരു സ്റ്റേജ് അല്ലേ? ആ സ്റ്റേജ് നമ്മൾ കണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടു. ഇനി ഇവിടുത്തെ റിഹേഴ്സൽ തുടങ്ങാൻ പോവുകയാണ്. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞു നിർത്തിയത് രാത്രി റിഹേഴ്സലുണ്ടെന്നാണ്. അതിൻ്റെ റിഹേഴ്സലാണ്. സ്റ്റേജിൻ്റെ ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ പല രീതിക്കുള്ള ഡിസൈനുകളാണ്. നമുക്കൊന്ന് ചുറ്റി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റേജിൻ്റെ ബാക്ക്ഗ്രൗണ്ടുകൾ കാണാം. അപ്പം ഇനി ഈ നടക്കാൻ പോകുന്നത് സ്റ്റേജ് റിഹേഴ്സലാണ്. നാളെ എന്ന് പറയുമ്പോൾ നമുക്ക് നാളെ ആയിരിക്കും. മണിക്കൂറുകൾ മാത്രം ബാക്കി ഇവിടെ പ്രോഗ്രാം അരങ്ങേറാനുള്ള അതിനുള്ള സ്റ്റേജ് റിഹേഴ്സലിനുള്ള തയ്യാറെടുപ്പാണ്. സ്റ്റേജിൻ്റെ എല്ലാ പണികളും എന്ന് പറഞ്ഞാൽ ഇനി മിനുക്ക് പണി മാത്രമാണ് സ്റ്റേജിനുള്ളതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചുറ്റും കാണുമ്പോൾ നമുക്കറിയാം. ഇപ്പോൾ മൈക്കൊക്കെ ടെസ്റ്റ് ചെയ്യാണ്. അപ്പം എല്ലാവരും ഗംഭീരമായിട്ടുള്ള ഒരു പരിപാടിയിലേക്ക് ഒരുങ്ങുകയാണ്. ഈ സ്റ്റേഡിയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ ലോകകപ്പ് ഫുട്ബോളിന് വേദിയായ ഒരു സ്റ്റേജ് അല്ലേ? ആ സ്റ്റേജിൽ ഇപ്പോൾ മമ്മൂക്കായും ലാലേട്ടനും ഒരുമിക്കുന്ന വലിയ മെഗാ ഷോ, അതിനോടൊപ്പം വിവിധ താരങ്ങൾ. മലയാള സിനിമ ഒന്നടങ്കം ഈ ഖത്തറിലേക്ക് എത്തിയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മലയാള സിനിമ ഒന്നടങ്കം വേണമെങ്കിൽ ഖത്തറിലേക്ക് എത്തിയെന്ന് പറയാം. ഇപ്പോഴും ടിക്കറ്റ് വിൽപ്പന തുടരുകയാണ്. ടിക്കറ്റ് വിൽപ്പന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം മണിക്കൂറിന് മാത്രം ബാക്കിയുള്ളപ്പോൾ ഇനിയും പരിപാടികൾ കാണാനുള്ള ആളുകളുണ്ടാകും. അതുകൊണ്ട് തന്നെ ടിക്കറ്റ് വിൽപ്പന തുടരുകയാണ്. സ്റ്റേജ് ഇപ്പോൾ ഒരു റിഹേഴ്സലിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടക്കുകയാണ്. റിഹേഴ്സലിനുള്ള തയ്യാറെടുപ്പ് നടക്കുന്നു. ഇനിയിപ്പോൾ ഉള്ള മറ്റ് ഇപ്പം പ്രസന്ന മാഷിൻ്റെ ടീമാണ് ഈ സ്റ്റേജിലുള്ളത്. ആ പ്രസന്ന മാഷിൻ്റെ ടീമിൻ്റെ റിഹേഴ്സൽ ആദ്യം നടക്കും. അതിനുശേഷം ഓരോ റിഹേഴ്സൽ നടക്കും. ഇതിൽ കുറേ ഗാനങ്ങളുണ്ട്, അവരുടെ കുറേ ഡാൻസുകളുണ്ട്. മലയാളത്തിലെ മിക്ക ആർട്ടിസ്റ്റുകളും പ്രസന്ന മാഷിൻ്റെ ടീമിൽ ഡാൻസ് ചെയ്യുന്നുവെന്ന് ഉള്ള കാര്യവും പ്രത്യേകമുണ്ട്. അതുകൊണ്ട് ശ്രീജിത്ത് മാഷിൻ്റെയും ഡാൻസ് ഉണ്ട്. ലാലേട്ടൻ്റെ എൻട്രി പ്രസന്ന മാഷിൻ്റെ ഡാൻസിലാണ്. ലാലേട്ടൻ്റെ എൻട്രി നമ്മൾ കഴിഞ്ഞ റിഹേഴ്സൽ കണ്ടിരുന്നു. ലാലേട്ടൻ പങ്കെടുത്തില്ല, അത് സ്റ്റേജിലാണ് കണ്ടത്. മമ്മൂക്കാടെ എൻട്രി ശ്രീജിത്തിൻ്റെ പാട്ടിൻ്റെ എൻട്രിയിലാണ്. അപ്പം എല്ലാ ഒരുക്കങ്ങളും ഇങ്ങനെ രാത്രി വൈകിയാണെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം ഇവിടുത്തെ സമയം, നാട്ടിലെ സമയം ഇപ്പോൾ നമുക്ക് പറയുമ്പോൾ 1:15. അപ്പം 2.5 മണിക്കൂർ ബാക്കിയാണ് ഇവിടുത്തെ സമയം. റിഹേഴ്സലുകൾ തുടങ്ങുന്ന എല്ലാ സജ്ജീകരണവും ഒരുക്കി കഴിഞ്ഞു. സൗണ്ടും ലൈറ്റും LED വാളും എല്ലാം ഓക്കെ ആയിക്കൊണ്ടുള്ള ഒരു ഗംഭീര ഷോയ്ക്ക് ഇനി മണിക്കൂറുകൾ മാത്രമാണുള്ളത് കേട്ടോ. മണിക്കൂറുകൾ മാത്രം.